അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എറണാകുളത്തോട്ട് പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ എറണാകുളത്തോട്ട് പോകാൻ ഞാൻ ചാലക്കുടിയിൽ നിന്ന് 10 മണിക്ക് നമ്മുടെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഉണ്ട്. പക്ഷേ അത് ഇന്ന് ലേറ്റാണ്, അരമണിക്കൂർ. അപ്പോൾ പക്ഷേ കുഴപ്പമില്ല, ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ വണ്ടി കയറാൻ പറ്റി, അല്ലെങ്കിൽ ഈ വണ്ടി എനിക്ക് കിട്ടൂലായിരുന്നു. പോട്ടെ. അപ്പോൾ അതുമാത്രം അതിന് മുന്നുള്ള നമ്മുടെ പാലക്കാട് എറണാകുളം മെമ്മൂല, അതൊക്കെ ഇന്ന് ലേറ്റാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിയും ലേറ്റ് ആവണത്. അപ്പോൾ ഈ വണ്ടി ഏറ്റവും ഡിമാൻഡുള്ള ട്രെയിനാണ് കേട്ടോ. വൈകിട്ട് കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഈ വണ്ടിയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഷൊർണൂർ ഭാഗത്തു നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ യാത്ര ആ ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൻ്റെ വിവരങ്ങൾ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. ട്രെയിനിൽ തിരക്കുണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഡിമാൻഡുള്ള ട്രെയിൻ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എടുക്കാൻ പറ്റുന്ന കണ്ടിട്ട് അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടാണ് 1 മിനിറ്റിന് ശേഷം. അപ്പോൾ എനിക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. പക്ഷേ വാതിലിൻ്റെ അവിടെ ഇല്ല, കുറച്ച് മാറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലി കേട്ടോ. അത് കഴിഞ്ഞ് ആലുവ, പിന്നെ എറണാകുളം ടൗൺ, പിന്നെ എറണാകുളം ജംഗ്ഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പുകൾ. അപ്പോൾ നമ്മുടെ വണ്ടി അങ്കമാലി എത്തി. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവയാണ്. അപ്പോൾ ഇനി ആലുവ ഇനി എറണാകുളം ടൗണിൽ, എറണാകുളം ടൗണിലൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലേറ്റ് ആവാൻ കാരണം അതിൻ്റെ മുന്നിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം പാലക്കാട് മെമ്മോ കയറിയില്ല. അപ്പോൾ ഇതിന് മുമ്പ് പാലക്കാട് എറണാകുളം മെമ്മോ ഉണ്ട്. അപ്പോൾ ആ വണ്ടി ഇന്ന് ലേറ്റായി. ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിയാണ് ഫസ്റ്റ് എറണാകുളം ജംഗ്ഷനിൽ ടൈമിന് എത്തേണ്ടത് ഷെഡ്യൂൾ പ്രകാരം. പക്ഷേ ആ വണ്ടി ലേറ്റ് ആയതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ വണ്ടി പിടിച്ചിട്ടു. അതാണ് ഈ വണ്ടി പിടിച്ചിട്ടു, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. അതാണ് കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഈ ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16307 16308. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എന്നും പറയും, പിന്നെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എന്നും പറയും. ഇതിന് ഏകദേശം 339 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ വരെ. ഏകദേശം 26 സ്റ്റോപ്പുകളാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഈ വണ്ടി ആലപ്പുഴയിൽ നിന്ന് 3:50 പുറപ്പെട്ട് 12:30 രാത്രി 12:30 കണ്ണൂർ എത്തിച്ചേർന്നു. തിരിച്ച് ഈ വണ്ടി 5:10 പുറപ്പെട്ട് 1:25 ആലപ്പുഴ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ടൈം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വണ്ടി 1:25 അല്ല, 1 മണിയൊക്കെ ആകുമ്പോൾ ഈ വണ്ടി സാധാരണ ആലപ്പുഴ എത്തും. പിന്നെ ഈ വണ്ടിക്ക് 3 റിസർവ്ഡ് കോച്ചുകളുണ്ട്. D2, D1, പിന്നെ C1. ഇങ്ങനെ 3 റിസർവ്ഡ് കോച്ചുകൾ. പിന്നെ ബാക്കിയെല്ലാം അൺറിസർവ്ഡ് കോച്ചാട്ടോ. പിന്നെ 2 2SLR ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ആലുവ എത്തിയിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ വണ്ടി ലേറ്റാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച ആളുകൾ ഇറങ്ങും. കാര്യം ഇവിടെയും കുറേ പേര് ഇറങ്ങാനുണ്ട്. പിന്നെ എനിക്ക് കയറുമെന്ന് തോന്നണില്ല. എനിക്ക് തോന്നുന്നു മിക്കവരും എറണാകുളത്ത് ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ ആലുവ എത്തിയിരിക്കണം. ആലുവ അത് അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 4 മിനിറ്റിന് ശേഷം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ആൾക്കാർ ഈ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. അത്ര ഡിമാൻഡുള്ള ട്രെയിനാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പറയാമല്ലോ, എല്ലാം അൺറിസർവ്ഡ് കോച്ചാണ്. ഒരു കോച്ച് മാത്രം ലേഡീസ് കോച്ച്, ലേഡീസിന് മാത്രം കയറാൻ പറ്റുന്നൊരു കോച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഞാൻ പറയുകയാണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ട ലേഡീസ് കോച്ച് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടുന്ന് ആലുവയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ടൗൺ ആണ് കേട്ടോ. എറണാകുളം ടൗൺ, അത് കഴിഞ്ഞാൽ എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ ലിസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് രാവിലെ 6 മണിക്ക് കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്. 6 മണിക്ക് പോയാൽ 11:45 എത്തുന്ന കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഞാൻ ആ നിലമ്പൂർ യാത്ര പോയപ്പോൾ ആ വണ്ടിക്കാണ് ഞാൻ ഷൊർണൂരിലോട്ട് പോയത്. പിന്നെ ഉള്ളത് ഏറനാട് എക്സ്പ്രസ് 7:45. അത് ഒരു 2:12 ആകുമ്പോൾ കണ്ണൂർ എത്തിച്ചേരുക. പിന്നെ ഒരു അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് മംഗള ലക്ഷദ്വീപ്. അത് ഉച്ചയ്ക്കാണ് 1:25 പുറപ്പെട്ട് 6:39 ആകുമ്പോൾ ഇത് കണ്ണൂരെത്തുന്നു. പിന്നെ ഉള്ള വണ്ടി എന്ന് പറയുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ്. നമ്മുടെ മുംബൈയിലോട്ട് വന്ന വണ്ടി. ആ വണ്ടി 1:50 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് 7:23 ഈ വണ്ടി കണ്ണൂർ എത്തിച്ചേർന്നു. പിന്നെയുള്ള നമ്മുടെ ഈ വണ്ടി തിരിച്ചു പോകുന്നത് കണ്ണൂർ എക്സിക്യൂട്ടീവ് 5:15 പുറപ്പെട്ട 12:30 എത്തുന്ന വണ്ടി. പിന്നെയുള്ള നമ്മുടെ മാവേലി എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. അത് 11:30 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം 4:55 നമ്മുടെ കണ്ണൂരെത്തുന്നു. പിന്നെ ഉള്ളത് മലബാർ എക്സ്പ്രസ്. അത് എറണാകുളം ടൗണിൽ നിന്നാണ് കേട്ടോ. 12:10 പുറപ്പെട്ടിട്ട് അടുത്ത ദിവസം 6:37 എത്തുന്നു. പിന്നെ ഉള്ളതൊരു മംഗളൂരു എക്സ്പ്രസ് ഉണ്ട്. ആ വണ്ടി 1:20 എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ട് 7:55 ആകുമ്പോൾ കണ്ണൂർ എത്തുന്നൊരു വണ്ടി. പിന്നെ ഉള്ളത് പരശുരാം എക്സ്പ്രസ്. അത് 11 മണിക്ക് പുറപ്പെട്ട് 6:30 കണ്ണൂരെത്തും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എറണാകുളം ടൗണിലെത്തി കേട്ടോ. ഇപ്പോൾ വരുന്ന വണ്ടി നമ്മുടെ ശബരി എക്സ്പ്രസ് ആട്ടോ. ശബരി എക്സ്പ്രസ് നമ്മുടെ തിരുവനന്തപുരം സെക്കുന്തറാബാദ് ശബരി എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി 6:45 തിരുവനന്തപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു 11:20 ഇപ്പോൾ വൈകിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12:30 സെക്കുന്തറാബാദിലെത്തുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. അതുമാത്രമല്ല, ആകെ ഇതിന് 2 ജനറൽ ക്ലാസ്സേ ഉള്ളൂ. കൂടുതൽ ഒരു 2 ജനറൽ ക്ലാസ്സെങ്കിലും എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ ജനറൽ ക്ലാസ്സിൽ സഞ്ചരിക്കുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും റെയിൽവേ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ, എറണാകുളം ടൗണിൽ നിന്ന്. ഇപ്പോൾ എൻ്റെ കോച്ചിലൊന്നും ആരുമില്ല, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. എവിടെ വേണമെങ്കിൽ ഇരിക്കുക, അത്ര സീറ്റുകളുണ്ട്. കാരണം ഇവിടെ നിന്ന് 90% ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. തിരക്കേ ഇല്ല, എൻ്റെ കോച്ചിലൊന്നും ആൾക്കാരേ ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് ട്രാക്കൊക്കെ മാറി നേരെ എറണാകുളം ജംഗ്ഷനിലോട്ട് പോകുന്നു. ശബരി എക്സ്പ്രസ് അത് എറണാകുളം ടൗണിൽ കിടക്കുന്നു. മറ്റേ പരശുരാം എക്സ്പ്രസിൻ്റെ പുറകിലാണ് ഈ ശബരി പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നേരെ പരശുരാം ശബരിയുടെ പുറകിലുമായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂളിങ്ങൊക്കെ. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ കണ്ണൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന ട്രെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. അത് 12:40 രാത്രി 12:40 പുറപ്പെട്ട് എറണാകുളത്ത് ഒരു 7:30 എത്തും. അടുത്ത ട്രെയിൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വന്ന ട്രെയിൻ ആലപ്പുഴ എക്സിക്യൂട്ടീവ്. അത് 5:10 പുറപ്പെട്ട് 11:20 എറണാകുളത്തും. പിന്നെയുള്ള നേത്രാവതി എക്സ്പ്രസ്. അത് 6:35 പുറപ്പെട്ട് ഒരു 12:30 എറണാകുളം ജംഗ്ഷനെത്തും. പിന്നെയുള്ള ഏറനാട് എക്സ്പ്രസ് ആട്ടോ. അത് 9:35 പുറപ്പെട്ട് ഒരു 4:15 എവിടെ എത്തും? എറണാകുളം ജംഗ്ഷനെത്തും. പിന്നെ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്, കണ്ണൂർ ഇൻ്റർസിറ്റി. അത് തന്നെ, അത് തിരിച്ചു വരുന്നത്. അത് 2:50 പുറപ്പെട്ട് 8:50 എറണാകുളം ജംഗ്ഷനെത്തും. പിന്നെ മാവേലി എക്സ്പ്രസ് ഉണ്ട്. അത് 7:35 പുറപ്പെട്ട് 1:50 എറണാകുളം ജംഗ്ഷനെത്തും. പിന്നെ ഇനിയും ട്രെയിനുകളുണ്ട്. അപ്പം ഞാൻ എല്ലാ ട്രെയിനും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നിങ്ങൾ
അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ ആകെ 2 സ്റ്റോപ്പുള്ളൂ, നമ്മുടെ ചേർത്തല തുറവും. ഇത് 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ആലപ്പുഴയാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ആയിരിക്കും കയറ്റുക. കാരണം ഇന്ന് നമ്മുടെ മംഗലാപുരം വന്ദേ ഭാരത് ഇല്ലാത്തതുകൊണ്ട് ഇതിന് 1 തന്നെ കയറ്റും. വന്ദേ ഭാരത് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ 4 5 ലെവലിലും ഇതിനെ കയറ്റിയേനെ. ഇന്ന് വന്ദേ ഭാരത് ഇല്ലാത്തതുകൊണ്ട് 1 ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങും. ഞാൻ ഇവിടെ എറണാകുളം ജംഗ്ഷൻ വരെയുള്ളൂ യാത്ര. ഇത് കഴിഞ്ഞാൽ ആലപ്പുഴ ഭാഗത്തോട്ടൊന്നും പോണില്ല. അപ്പോൾ ഈ വണ്ടി ഇനി കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും കേട്ടോ, എറണാകുളം ജംഗ്ഷനിൽ നിന്ന്. ഇപ്പം ഇവിടെ വെച്ച് ഇനിയൊരു കുറച്ച് പേര് 2% ആൾക്കാർ ഇവിടെ ഇറങ്ങും എറണാകുളം ജംഗ്ഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വണ്ടി ഭയങ്കര ഡിമാൻഡുള്ള ട്രെയിനാണ് കാരണം വൈകിട്ടൊക്കെ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ പോകാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി ഈ ട്രെയിനാണ്. ഇപ്പോൾ വൈകിട്ടൊന്നും വണ്ടി കുറവാണ് കണ്ണൂർ ഭാഗത്തോട്ട്. അപ്പോൾ സാധാരണക്കാർ എപ്പോഴും ഈ വണ്ടി തന്നെയാണ് ആശ്രയിക്കുന്നത്. സാധാരണക്കാർ മാത്രമല്ല, അല്ലാത്തവരൊക്കെ ഈ വണ്ടി തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.